ഇന്നൊരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി കണ്ടാലോ. ചിക്കനും റൈസും കൂടി 1 പോട്ട് കേട്ടോ. അപ്പം ഇതുപോലുള്ള ചിക്കൻ തൈ കഷ്ണങ്ങളാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ വരിഞ്ഞ് കഴുകി മാറ്റി വയ്ക്കുക. ഇന്ന് സൈഡിലിരിക്കുന്ന ആൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുന്നതാണ്. എന്നോട് ചോദിച്ചു ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്തോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ ഏറ്റവും മൂത്ത ആളാണ് അന്ന. അപ്പോൾ അവൾ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ കട്ട് ചെയ്ത് എനിക്ക് തരുവാണ്. അപ്പോൾ ചിക്കൻ കഴുകി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ തോരാനൊന്നും മാറ്റി വെച്ചില്ല കേട്ടോ, വെള്ളം പോകാനൊന്നും. അതിനകത്തോട്ട് ഞാൻ ഉപ്പിട്ടു, ലെമൺ ഒഴിച്ചു, അത് കഴിഞ്ഞ് ഗ്രീക്ക് സ്റ്റൈൽ യോഗേട്ട് ഇട്ടു, അത് കഴിഞ്ഞ് കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ ഇതിനകത്ത് 1-2 പച്ചമുളക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഒണിയനുണ്ട്, 1 വലുതും 1 ചെറുതുമാണ്. പിന്നെ ഒരു വലിയ ടൊമാറ്റോ ഉപയോഗിച്ചു, 3 ചെറിയ പച്ചമുളക് ഉപയോഗിച്ചു, ഗ്രീൻ ചില്ലി, അത് കഴിഞ്ഞിട്ട് കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ അരിഞ്ഞ് നമുക്ക് ആദ്യം മാറ്റി വെക്കാം കേട്ടോ. ഇനി എല്ലാം എളുപ്പമാണ് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ അടികട്ടിയുള്ള ഒരു പാത്രം ഉണ്ടെങ്കിൽ അടുപ്പിൽ വയ്ക്കുക. വെളിച്ചെണ്ണയല്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത്, വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും. അപ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ജാതിക്കപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ജാതിക്കപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് അതിടേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഏകദേശം ഒരു 4 മിനിറ്റോളമേ ഇത് മിക്സ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ നേരത്തെ യോജിപ്പിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ഇളയ അളിങ്ങെത്തി പിന്നെ ഇളക്കാനായിട്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവലിയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഓൾറെഡി പകുതി വേവിച്ച ബാസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 10 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ, ചെറിയ തീയിൽ. ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക വെള്ളമൊക്കെ പറ്റുമോ ഇല്ലയോ എന്ന്. വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അടച്ചു വെക്കുക 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് സെർവ് ചെയ്യുക. നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, ഒരുപാട് മെനക്കേട് ഒട്ടും തന്നെ ഇല്ല. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഇപ്പം ലേസി ആയിട്ടുള്ള ദിവസങ്ങളിൽ, അല്ലെ വർക്കിന് പോകണം, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫുഡ് അടിപൊളി.